Good morning. Question number 8. The word ubiquitous in paragraph 1 suggests that asbestos fibers. അതായത് ഈ ഒന്നാമത്തെ പാരഗ്രാഫിലുള്ള യുബിക്വിറ്റസ് എന്ന് പറയുന്ന വാക്ക് എന്താണ് ആസ്ബറ്റോസ് ഫൈബേഴ്സിനെ പറ്റി അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ വെൻ വി ആർ എക്സ്പ്ലെയിനിങ് ദിസ് തിങ്സ് ടു അവർ സ്റ്റുഡൻസ് യൂഷ്വലി സേ ദാറ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഒരു പാരഗ്രാഫ് വായിക്കുന്നത് യു ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ദ ടൈമിംഗ് ആൻഡ് ഓൾ ദി സ്റ്റഫ്സ്. അതൊന്നും അല്ലാണ്ട് ഒരു പാരഗ്രാഫ് വായിച്ച് അല്ലെങ്കിൽ ഒരു സി പാർട്ടോ ബി പാർട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻ പ്രോപ്പർലി. Then അതിനകത്ത് ഏതെങ്കിലും വേർഡ് മീനിങ് നിങ്ങൾക്ക് അറിയാൻ വയ്യ എന്നുണ്ടെങ്കിൽ ഹാവ് ടു കോപ്പി ഇറ്റ് ഇൻ എ നോട്ട്ബുക്ക് ആൻഡ് ദെൻ ഫൈൻഡ് ദ മീനിങ് ആൻഡ് ട്രൈ ടു മെമ്മറൈസ് ഇറ്റ്. ദ സെയിം തിങ് ദാറ്റ് യു ഹാവ് ടു ഡു വാൽ യു ആർ ഡൂയിങ് ദ എക്സ്ട്രാക്ട്സ് ടു. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 സെയിം എക്സ്ട്രാക്റ്റ് വായിച്ചത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ആ എക്സ്ട്രാക്ട് വായിച്ചപ്പോൾ കൺഫെമിലിയറായ വാക്ക് നിങ്ങൾ അവിടെ കണ്ട യുബിക്വിറ്റസ് അതിൻ്റെ ബോഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് നോട്ട് ചെയ്യുകയാണെങ്കിൽ ലേറ്റർ അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇഫ് യു നോ ദ വേർഡ് മീനിങ് യുബിക്വിറ്റസ്, യുബിക്വിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സർവ്വവ്യാപിയായ, എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. അതാണ് യുബിക്വിറ്റസ് എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ പ്രസന്റ് എവരിവെയർ എന്നോ അപ്പിയറിങ് എവരിവെയർ എന്നോ അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ വാക്ക് അറിയാം എന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ നീഡ് ടു റീഡ് ദിസ് എക്സ്ട്രാക്ട് വൺസ് അഗൈൻ. ഈ ഒരു എക്സ്ട്രാക്ട് ഒന്നും കൂടെ വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ നേരെ സ്ട്രേറ്റിംഗിലേക്ക് പോകുന്നു, ഓപ്ഷൻസിലേക്ക് പോകുന്നു. യുബിക്വിറ്റസിന്റെ മീനിങ് നമുക്കറിയാം, എല്ലായിടത്തും ഉള്ളത്, സർവ്വവ്യാപിയായ. ക്യാൻ ബി ഫൗണ്ട് എവരിവെയർ, അത് തന്നെയല്ലേ എൻ്റെ അർത്ഥം? ക്യാൻ ബി ഫൗണ്ട്, അതുമാണ് സർവ്വവ്യാപി എന്ന് പറഞ്ഞാൽ ക്യാൻ ബി ഫൗണ്ട് എവരിവെയർ, എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മേ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം, ഒരുപാട് നേരം നീണ്ടു നിൽക്കും. സർവ്വവ്യാപിയും ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ബി എലിമിനേറ്റ് ചെയ്യുന്നു. ഹാവ് ആൻ അൺചേഞ്ചിങ് നേച്ചർ, അല്ല, അതല്ല എൻ്റെ മീനിങ്. അതുകൊണ്ട് സിയും എലിമിനേറ്റ് ചെയ്യുന്നു. ഡി ആർ നാച്ചുറൽ സബ്സ്റ്റൻസ്, അതുമല്ല എൻ്റെ മീനിങ്. യുബിക്വിറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർവ്വവ്യാപിയായ, അത് തന്നെയാണ് ക്യാൻ ബി ഫൗണ്ട് എവരിവെയർ. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ക്യാൻ ബി ഫൗണ്ട് എവരിവെയർ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ട്രൈ ടു കോൺടാക്ട്. താങ്ക് യു.